തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ ഏത് തന്നെ ആയിക്കഴിഞ്ഞാലും അതിൽ വളരെയധികം വിജയം കണ്ട് നിങ്ങൾക്ക് തന്നെ ആത്മസംതൃപ്തി അണയാനായിട്ട് സാധിക്കാറുണ്ടോ? ചില കാര്യങ്ങളെല്ലാം തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നിന്ന് പോവാറുണ്ട് അല്ലേ? ചിലതിലൊന്നും ഒരു സന്തോഷം ഉണ്ടാവാറില്ല. അതൊന്നും ആയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒന്നും ചിന്തിക്കുന്ന ആ രീതിയിലുള്ള ഒരു വിജയമോ സക്സസ്സോ ഒന്നും കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കും ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. സ്വർണം പണയം വെച്ചിട്ടായിരിക്കും കുറേ പ്രൊഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ടായിരിക്കുക. ഓൺലൈൻ ബിസിനസ് ആയിക്കോട്ടെ, വിചാരിച്ച രീതിയിൽ കസ്റ്റമേഴ്സ് കാണുന്നില്ല. ഒരു ഇൻസ്റ്റഗ്രാം പേജ് തന്നെ ആയിക്കോട്ടെ, വിചാരിച്ച രീതിയിലുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇടുന്നതിനുള്ളൊരു എഫേർട്ട് സന്തോഷമായിട്ട് തിരിച്ചു വരുന്നില്ല. ഒരു ഓൺലൈൻ മീഡിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ആൾക്കാർ കാണണം, കണ്ടാൽ പോരാ, അതവർക്ക് ഇഷ്ടപ്പെടണം, അവർക്കത് വാങ്ങാൻ തോന്നണം. അപ്പോഴാണ് നമ്മൾ ജയിക്കുള്ളൂ അല്ലേ? അപ്പം നമ്മൾ തുടങ്ങി വെക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയിക്കാനും നമുക്ക് ലാഭകരമായിട്ടും സന്തോഷപരമായിട്ടും ഒക്കെ മുന്നിലേക്ക് പോകാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, ശ്രീകൃഷ്ണമായ കുട്ടിച്ചാത്തൻ സ്വാമിയെ നിങ്ങൾ ആരാധിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് മറ്റ് ആരുടെയും സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല, സ്വന്തമായി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങളൊരു ഷോപ്പിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് പരീക്ഷ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാര്യത്തിൻ്റെ പരിപൂർണത നിങ്ങൾ മനസ്സിൽ കാണുക. എന്താണ് അതിൻ്റെ വിജയം, എന്താണ് അതിൻ്റെ സക്സസ് എന്നുള്ളത് നിങ്ങൾ പരിപൂർണമായിട്ട് മനസ്സിൽ കാണുക. എന്നിട്ട് വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ആയിട്ടാണ് ഇത് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുക. കാരണം വ്യാഴവും വെള്ളിയാണ് ഇതിനതി ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിവസം. വ്യാഴം ഗുരുവിനെ സംബന്ധിക്കുന്നതും വെള്ളി മഹാലക്ഷ്മിയെ സംബന്ധിക്കുമായിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഒരു തട്ട്, അതായത് നമ്മൾ കർപ്പൂരമൊക്കെ കത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു തളിക എടുക്കുക. അതിലേക്ക് ഒരു സാമ്പ്രാണി, അതായത് നമ്മളിപ്പോൾ തിരിയൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, ആ ഒരു തിരി വയ്ക്കുക. അതിലേക്ക് ഒരു കറുവപ്പട്ടയുടെ ഉണങ്ങിയ ഇല വെച്ചിട്ട് ഒരു കർപ്പൂരം ഇട്ടിട്ട് കത്തിക്കുക. അങ്ങനെ ഈ ഒരു ഇല കത്തി അല്ലെങ്കിൽ അതിങ്ങനെ എരിഞ്ഞ് ആ കർപ്പൂരത്തിൻ്റെ കൂടെ എരിഞ്ഞ് ഈ സാമ്പ്രാണിയും കൂടി ചേർന്നിട്ട് ഒരു സ്മെല്ല് പുറത്തേക്ക് വരും. അപ്പോൾ ഈ തട്ട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൊണ്ടുപോയി കാണിക്കുക, ആ ഒരു പുക എല്ലായിടത്തേക്കും ഇടുക. അതുപോലെ തന്നെ പൂജാ റൂമിലും എല്ലായിടത്തും കാണിക്കുക. ഷോപ്പിലാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണത്. അങ്ങനെ എല്ലാ ആഴ്ചകളിലും ഇത് തുടർച്ചയായിട്ട് ചെയ്തു വരാം. ഇങ്ങനെ ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന തടസ്സം അതെന്ത് തന്നെയാണെങ്കിലും അത് ഉടൻ തന്നെ, അതായത് വളരെ വേഗത്തിൽ തന്നെ മാറിക്കിട്ടും. ഇത് നമുക്ക് ഒത്തിരി പണച്ചെലവ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വളരെ എളുപ്പത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണിത്. അതുപോലെ തന്നെ ഭഗവാന്റെ നാമം ഓം ശ്രീ വിഷ്ണുമായ നമഃ എന്നുള്ള ഒരു മന്ത്രം അതിശക്തമായിട്ടുള്ള ഒരു മന്ത്രം കൂടിയാണ്. അത് 3 വട്ടം ചൊല്ലുക. ഓം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തായ നമഃ എന്നുള്ളതും 3 വട്ടം ചൊല്ലുക. സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുക. വെളുത്ത പുഷ്പങ്ങളും മധുരപലഹാരങ്ങളും എല്ലാം ഭഗവാന് സമർപ്പിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.